കോഴിക്കോട് പയ്യോളിയിൽ വീട്ടിൽ മോഷണം നടന്നു. വാതിൽ പൊളിച്ച് അകത്ത് കിടന്ന മോഷ്ടാവ് പണവും മൊബൈൽ ഫോണും കവർന്നു. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഈ CCTV മോഷ്ടാക്കൾക്ക് വലിയ പാരയാണ്. ഈ സാധനം കണ്ടുപിടിച്ചവനെ കണ്ടായിരുന്നെങ്കിൽ അടിക്കായിരുന്നു വിചാരിക്കും. വളരെ നടന്ന് മന്ദം നടന്ന് മതിൽ ചാടാനുള്ള വരവാണ്. കണ്ടില്ലേ? അദ്ദേഹത്തിന് കാലിൽ എന്തെങ്കിലും പ്രശ്നം, മന്ത് വല്ലതും ബാധിച്ചവനാണോ? ഹെൽമെറ്റുണ്ട്. അടി തലയ്ക്ക് കിട്ടാതിരിക്കാൻ ഹെൽമെറ്റുണ്ട്. ബൊബിളാങ്കോട്ട നോക്കിയാലും അടിച്ചു പറ്റിച്ചാൽ എന്ത് ചെയ്യും? ഒരു വിജയകരമായൊരു പിന്മാറ്റം നടത്തുകയാണ്. ഒന്നുകൂടി നോക്കി റെഡിയായി വരാം. ഈ ചേട്ടൻ അവരുടെ ഈ എന്താണ് ഇങ്ങനെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഹെൽമെറ്റുള്ള ഭാഗ്യം, അടി കിട്ടിയാൽ അറിയില്ല. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ സമീർ. ഗുഡ് മോർണിംഗ് SKN. കോഴിക്കോട് പയ്യോളിയിലാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. KK റസാഖ് എന്ന വ്യക്തിയുടെ വീട്ടിലാണ് മോഷണം നടന്നിരിക്കുന്നത്. ജനുവരി 31 അർദ്ധരാത്രിയായിരുന്നു മോഷണം. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രതി വളരെ ആസൂത്രിതമായാണ് മോഷണത്തിന് എത്തിയത്. ഹെൽമറ്റ് ധരിച്ച്, കയ്യുറ ധരിച്ച്, അതുപോലെ തന്നെ വളരെ മന്ദം നടന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ആ വിധത്തിലാണ് അദ്ദേഹം അവിടെ എത്തുകയും ആ പ്രതി അവിടെ നിന്ന് മോഷണം നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് ആ വാതിലുകൾ, വീടിൻ്റെ വാതിലുകൾ തകർത്തിരിക്കുന്നത്. അങ്ങനെയാണ് അകത്ത് കയറിയത്. അതിനുശേഷം അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 12,000 രൂപയും 2 മൊബൈൽ ഫോണുകളും ഈ പ്രതി മോഷ്ടിച്ച് കടന്നിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് റസാഖ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പയ്യോളി പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം തുടരുകയാണ്. വൈകാതെ തന്നെ പ്രതിയെ കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ഏതായാലും പ്രതിയുടെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.